വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ടൊരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു അറേബ്യൻ ഡെസേർട്ടാണ് കേട്ടോ. layali lubnan എന്നാണ് ഇതിൻ്റെ പേര്. കേൾക്കുമ്പോൾ ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് റവയാണ്. ഞാൻ അതിലേക്കൊരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ഒട്ടും തന്നെ കട്ടകളില്ലാണ്ടൊന്ന് കൈവിടാണ്ടൊന്ന് ഇത് കുറുകണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് കുറുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. കാരണം റവയല്ലേ, റവ പെട്ടെന്ന് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കൈവിടാണ്ട് ഇങ്ങനെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റവ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ കുമ്പളകൾ വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് വറ്റിച്ച് കുറുകണ്ട കേട്ടോ. ഈ ഒരു പരുവം കേട്ടോ. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ പുഡിങ് റെഡി ആയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ളതാണ് കേട്ടത്. നമുക്ക് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് എടുത്തേക്കുന്നത്. അതിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മാക്ടോപ്പിൻ്റെ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ മധുരമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിരുന്ന റവ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാമത്തെ ലെയറായിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നൊരു 5 അല്ലെങ്കിൽ 6 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സർവ് ചെയ്യാൻ നേരത്താണ് കേട്ടോ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.